നോമ്പ് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ ഇബാദത്ത് അല്ലാഹുവുമായി വല്ലാത്ത അഭേദ്യമായ ബന്ധമുള്ളൊരു ഇബാദത്താണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ലിസ്വാഇനി ഫർഹതാനി ഫർഹത്തുൻ ഇൻദ ഫിത്രിഹി വഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പെടുത്തവന് രണ്ട് പ്രതിഫലമാണുള്ളത്. നോമ്പെടുത്തവന് രണ്ട് സന്തോഷങ്ങളുണ്ട്. അതിലൊന്നാമത്തെ സന്തോഷം അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ള സന്തോഷമാണ്. പകലന്തിയോളം പട്ടിണി കിടന്ന അവന്റെ ശരീരത്തിലേക്ക് വെള്ളം ചെല്ലുമ്പോ, ഭക്ഷണം ചെല്ലുമ്പോ അവൻ അനുഭവിക്കുന്ന ആത്മനിർവൃതിയാണ് നോമ്പുകാരന്റെ ഒന്നാമത്തെ സന്തോഷം എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും നബി തങ്ങൾ പറയുന്നു, നോമ്പുകാരൻ അനുഭവിക്കുന്ന രണ്ടാമത്തെ സന്തോഷം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ നേരിട്ട് കണ്ടുമുട്ടുക എന്ന സന്തോഷമാണ്. നോമ്പുകാരൻ അല്ലാഹുവിനെ നേരിട്ട് കണ്ടുമുട്ടും, അല്ലാഹുവിന്റെ ലിഖാ ലഭിക്കും, അല്ലാഹുവിനെ കാണാൻ പറ്റും. അല്ലാഹുവിന് വേണ്ടി നോമ്പെടുത്തവൻ. അല്ലാഹുവിന്റെ റസൂൽ തന്നെ വീണ്ടും പറയുന്നുണ്ട്, ഒരു നോമ്പെടുത്ത മനുഷ്യന് അവന്റെ ഹൃദയത്തിൽ ഒരുപാട് ആഗ്രഹങ്ങൾ ജനിപ്പിക്കുന്ന വിധത്തിൽ അല്ലാഹുവിന്റെ ഹബീബ് പരിചയപ്പെടുത്തുന്നു. ഇന്ന ഫിൽ ജന്നതി ബാബൻ യുഖാലു അർ-റയ്യാൻ. സ്വർഗ്ഗത്തിലൊരു വാതിലുണ്ട്, ആ വാതിലിന്റെ പേര് റയ്യാൻ എന്നാണ്. സ്വർഗത്തിനൊരു കവാടമുണ്ട്, ആ കവാടത്തിന്റെ പേര് റയ്യാൻ എന്നാണ്. ഖിയാമത്ത് നാളിൽ സകല ആളുകൾ ഒരുമിച്ച് കൂടുന്ന സമയത്ത് സ്വർഗത്തിന്റെ റയ്യാൻ എന്ന വാതിൽ വിളിച്ചു പറയുമത്രേ. ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നു. അള്ളാന്റെ റസൂല് പറയാണ്, റയ്യാൻ എന്ന സ്വർഗത്തിന്റെ കവാടം വിളിച്ചു പറയും, അയിന സ്വായിമൂൻ, എവിടെ അള്ളാഹുവിന് വേണ്ടി പട്ടിണി കിടന്നവരെവിടെ, അള്ളാഹ്ക്ക് വേണ്ടി വിശപ്പ് സഹിച്ചവരെവിടെ, അള്ളാഹുവിന് വേണ്ടി ദാഹം സഹിച്ചവരെവിടെ, അള്ളാഹ്ക്ക് വേണ്ടി കത്തിയാളുന്ന വെയിലത്ത് ഏറ്റവും വലിയ ചൂടന്തരീക്ഷം പുറപ്പെടുവിക്കുന്ന സമയത്ത് പോലും ഭക്ഷണത്തെ കുറിച്ച് ആലോചിക്കാത്തവരെവിടെ, അള്ളാഹുവിന് വേണ്ടി വേണ്ടാത്ത വിചാരങ്ങളെ തൃണവൽഗണിച്ചവരെവിടെ എന്ന് സ്വർഗത്തിന്റെ റയ്യാൻ എന്ന കവാടം വിളിച്ചു ചോദിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വിളിക്കുമ്പോ നോമ്പുകാർ എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് നോമ്പുകാര് റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് കടക്കും. നോമ്പുകാര് കടന്നാലോ ആ കവാടം പിന്നെ അടക്കപ്പെടും. ഫലം യദ്ഖുലു ഫീഹി അഹദുൻ ഗൈറുഹും, നോമ്പുകാരനല്ലാത്ത ഒരു മനുഷ്യനും ആ കവാടത്തിലൂടെ കടക്കൂലാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പുകാരന് കടക്കാൻ വേണ്ടി മാത്രം ഒരു കവാടം. കാരണം ഇത് നിസ്സാര ഇബാദത്തല്ല. അള്ളാഹുവിന് വേണ്ടി ഒരു മനുഷ്യൻ പകല് മുഴുവനും ഭക്ഷണം മാറ്റിവെക്കുക, വെള്ളം മാറ്റിവെക്കുക എന്നാൽ അതൊരു നിസ്സാര ഇബാദത്തല്ല. അവന് വേണ്ടി പ്രത്യേകം റിസർവേഷൻ ചെയ്തൊരു കവാടം തന്നെ സ്വർഗത്തിലേക്ക് കടക്കാൻ. അപ്പൊ ആ ഇബാദത്തിന്റെ പവിത്രത എത്ര വലുതായിരിക്കും. അതാണ് അള്ളാന്റെ റസൂല് പറഞ്ഞത്, അള്ളാഹു പറയുന്നതായിട്ട് നബി തങ്ങൾ പറഞ്ഞത്, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന്റെ പ്രതിഫലം ഞാൻ നൽകുന്നതാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിൽ പറയുന്നു. അതാണ് ആ ഹദീസിന്റെ വ്യാപ്തി. ഇതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. മഹാന്മാരെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതേ ഒരു വിഭാഗം ആളുകൾ ലോകത്തുള്ള മുഴുവൻ ആളുകളും വിചാരണയ്ക്ക് കാത്തു നിൽക്കുമ്പോ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സ്വർഗ്ഗത്തെ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൂടുമത്രേ. മലായിക്കത്തുകൾ ആ മനുഷ്യനോട് ചോദിക്കും, നിങ്ങൾ എങ്ങനെയാ ഈ സമയത്ത് സ്വർഗത്തിൽ വന്നത്? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വിചാരണ ഉണ്ടായില്ലേ? എല്ലാവരും വിചാരണക്ക് കാത്തു നിൽക്കുന്ന സമയമാണല്ലോ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ വിചാരണ ഉണ്ടായില്ലേ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യന് മറുപടി പറയും, ഞങ്ങൾ വിചാരണ നേരിട്ടിട്ടില്ല, ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ വിചാരണ ഉണ്ടായിട്ടില്ല. അപ്പോൾ വീണ്ടും മലായികത്ത് ചോദിക്കുമത്രേ, അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിന്റെ നരകത്തിന്റെ മുകളിലൂടെ സ്വർഗത്തിലേക്ക് എത്തിപ്പെടാൻ ഒരു പാലം വെച്ചിട്ടുണ്ടല്ലോ, സിറാത്ത് എന്ന പാലം, തലമുടി നാരിനേക്കാൾ കനം കുറഞ്ഞൊരു പാലം, വാളിനേക്കാൾ മൂർച്ചയുള്ള പാലമല്ല നരകത്തിന്റെ മുകളിൽ സംവിധാനിച്ചിട്ടുണ്ടല്ലോ, നിങ്ങൾ ആ പാലം കടന്നോ മനുഷ്യരെ എന്ന് ചോദിക്കുമ്പോ ആ മനുഷ്യന് മറുപടി പറയും, ഞങ്ങൾ സിറാത്ത് പാലവും കടന്നിട്ടില്ല.
അപ്പോഴാണ് അത്ഭുതപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ മാലാകമാര് ചോദിക്കുന്നത്, സിറാത്ത് പാലം കടക്കാതെ അള്ളാഹു വിചാരണ നടത്താതെ നിങ്ങൾ എങ്ങനെ സ്വർഗത്തിൽ എത്തിപ്പെട്ടു? അങ്ങനെ സ്വർഗത്തിലേക്ക് വരിക എന്നത് അസംഭവ്യാണല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല വച്ചിട്ടുള്ള സിറാത്ത് എന്ന പാലം കടക്കാതെ ഈ സ്വർഗത്തിന്റെ സുന്ദര സോപാനങ്ങൾ നിങ്ങൾ എങ്ങനെ അലങ്കരിക്കാൻ നിങ്ങൾക്ക് സാധിച്ചു? അപ്പോഴാണ് ആ മനുഷ്യര് മറുപടി പറയുന്നത്, ഞങ്ങൾ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി രഹസ്യമായി ഇബാദത്ത് ചെയ്തവരാണ്. ഞങ്ങൾ ദുനിയാവിൽ വെച്ച് അള്ളാഹുവിന് വേണ്ടി ഏറ്റവും രഹസ്യമായി ഇബാദത്ത് ചെയ്ത ആളുകളാണ്. ഞങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി രഹസ്യമായി ഇബാദത്ത് ചെയ്തപ്പോൾ അള്ളാഹു ഞങ്ങളെ രഹസ്യമായി സ്വർഗത്തിലേക്ക് കടത്തിയതാണെന്ന് ആ മനുഷ്യര് മറുപടി പറയുമെന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് വിശദീകരിക്കുന്നുണ്ട്. ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഇബാദത്താണ് നോമ്പ്. ഒരു മനുഷ്യന് നോമ്പുണ്ടോ ഇല്ലയോ എന്ന് അവനും റബ്ബിനുമല്ലാതെ വേറൊരാൾക്ക് അറിയാൻ സാധിക്കില്ല. ആ രഹസ്യ സ്വഭാവമുള്ള ഇബാദത്തിന് അല്ലാഹ് കൊടുക്കുന്ന പ്രതിഫലം രഹസ്യമായി സ്വർഗത്തിലേക്ക് എത്തിക്കലാണ്. ഇത്ര മഹത്തരമായൊരു ഇബാദത്ത് ഈ നോമ്പിനെ നാം ഒരു കാരണവശാലും ഒരു ഒഴിവ് കഴിവ് കൊണ്ട് മാറ്റി നിർത്താൻ പാടില്ല. പരിശുദ്ധ റമദാൻ വരുമ്പോ നോമ്പെടുക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്, അതുപോലെ തന്നെ നോമ്പ് ഒഴിവാക്കുന്നവരുണ്ട്. നോമ്പിനെ വെറുതെ ഒഴിവാക്കാം. ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് ഒഴിവാക്കണമെങ്കിൽ ഇനി മാറില്ല എന്ന് അല്ലെങ്കിൽ നോമ്പ് നിങ്ങൾ പിടിക്കാൻ പാടില്ല എന്ന് വിശ്വസ്തനായ ഒരു ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നോമ്പ് ഒഴിവാക്കാം. എന്നാലും അയാൾ ഖളാ വീട്ടി തീർക്കണം. ഇനി ഖളാ വീട്ടാനും പാടില്ല, ജീവിതകാലം മുഴുവനും നിങ്ങൾ ഇനി നോമ്പ് പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാലോ, അപ്പോൾ അയാൾ അതിന് ഒരു മുദ്ദ് വീതം ഒരു നോമ്പിന് അയാൾ സ്വതക്ക ചെയ്യണം. പാവപ്പെട്ട ആളുകൾക്ക് രോഗിയുടെ അവസ്ഥ അവിടെ കഴിഞ്ഞു. ഇങ്ങനെ ഒരു രോഗിയാണെങ്കിൽ അയാൾക്ക് നോമ്പ് ഖളാ വീട്ടാൻ പാടില്ല എന്ന് കൂടി പറഞ്ഞാൽ മുദ്ദ് കൊടുത്തുകൊണ്ട് നോമ്പിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രായപൂർത്തിയെത്താത്ത കുട്ടികൾക്ക്, ഹൈദ് നിഫാസുള്ള പെണ്ണുങ്ങൾക്ക്, നോമ്പിന് മുമ്പ്, നോമ്പ് തുടങ്ങുന്നതിന്റെ മുമ്പ് യാത്ര ചെയ്ത യാത്രക്കാരന്, ഇവർക്കൊക്കെ വേണമെങ്കിൽ നോമ്പ് ഒഴിവാക്കാം. അതല്ലാത്ത ഒരാളുകളും ഇബാദത്തിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ല, നിർബന്ധ ബാധ്യതയാണ്. പിന്നെ നമ്മൾ എങ്ങനെയാണത് മാറ്റിവെക്കുക? അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി പരിശുദ്ധ റമദാനിൽ ഒരു നോമ്പ് പോലും ഖളാ ആകാൻ പാടില്ല എന്ന ബോധ്യം മുസ്ലിമിനുണ്ടായിരിക്കണം. എങ്ങാനും ഖളാ ആയി പോയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ പോയി നമ്മുടെ കുടുംബങ്ങളോട് പറയണം. സ്ത്രീകൾക്ക് പൊതുവെ നോമ്പ് ഖളാ ആയി പോകും. അപ്പോൾ അവരോട് പറയണം എത്ര നോമ്പ് ഖളാ ആയിട്ടുണ്ട്. അത് നിർബന്ധമായും റമദാൻ കഴിയുന്നതോടുകൂടി തന്നെ ഉടനെ തന്നെ അത് ഖളാ വീട്ടി തീർക്കണം. അല്ലെങ്കിൽ വയസ്സൊരുപാട് എത്തുമ്പോഴേക്ക് ഒരുപാട് നോമ്പിന്റെ പ്രതിബന്ധങ്ങൾ താണ്ടേണ്ടി വരും. ഒരുപാട് ഖളാ വീട്ടി മുദ്ദിന്റെ കനം ഇങ്ങനെ തൂങ്ങിക്കൊണ്ടിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇത് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വസ്തുതയാണ്. രണ്ടാമതൊരു വസ്തുതയുള്ളത് നമ്മുടെ നോമ്പാവണം എന്നതാണ്. എല്ലാ നോമ്പുകാർക്കും ഈ പറഞ്ഞ പ്രതിഫലമൊന്നും കിട്ടണമെന്നില്ല. നോമ്പ് എന്ന് പറഞ്ഞാൽ സുബഹി മുതൽ മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്നത് വരെ ഭക്ഷണപാനീയങ്ങൾ മാറ്റിവെക്കുന്ന ഉപവാസ പ്രക്രിയയുടെ പേരല്ല നോമ്പ്. ഭക്ഷണവും വെള്ളവും മാറ്റിവെക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പോയാൽ ഒരുപാട് ആളുകൾ അതുപോലെ ഉപവസിക്കുന്നവരുണ്ട്, നിരാഹാരം കിടക്കുന്നവരുണ്ട്. അവരൊക്കെയും നോമ്പെടുത്തവരാണെന്ന് പറയാൻ പറ്റൂല. എന്താ കാരണം? നോമ്പിനൊരു ആത്മാവുണ്ട്. എന്തിനാണ് നോമ്പെടുത്തത്? എന്തിനാ നോമ്പ് പിടിച്ചത്? നമ്മളോട് ആരെങ്കിലും ചോദിക്കാണ്, ഒരു അമുസ്ലിമായ വ്യക്തി അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അറിയാത്ത ആൾ, നിങ്ങൾ എന്തിനു നോമ്പെടുത്തു എന്ന് ചോദിച്ചാൽ ഞങ്ങൾ വിശപ്പിന്റെ വിളി അറിയാൻ വേണ്ടി നോമ്പെടുത്തു എന്ന് പറയരുത്. അത് തെറ്റാണ്. വിശപ്പിന്റെ വിളി അറിയാൻ വേണ്ടി നോമ്പെടുക്കേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോമ്പ് തുറക്കണ്ടല്ലോ, നോമ്പ് പിടിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ മതിയല്ലോ. വിശപ്പിന്റെ വിളി നല്ലോണം അറിയാലോ. യഥാർത്ഥത്തിൽ എന്തിനാണ് നോമ്പ്? വിശുദ്ധ ഖുർആൻ അവിടുന്ന് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻ കഴിഞ്ഞ ആളുകൾക്ക് നോമ്പ് നിർബന്ധമായതുപോലെ നിങ്ങൾക്കും നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാണ്. എന്തിനാ നിങ്ങൾ നോമ്പെടുക്കുന്നത്? ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾ തഖ്വയുള്ളവരാകാനാ നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. നിങ്ങൾ തഖ്വയുള്ളവരാകാൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാകാൻ, ജീവിതത്തിന്റെ ഏത് മേഖലയിലും അല്ലാഹ് എന്നെ കാണുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാകാനാ നോമ്പെടുക്കുന്നത്. ഇതിനാണ് നോമ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോമ്പുകാരനാണ്,
ഈ നോമ്പിന്റെ സമയത്ത് നമ്മൾ തിളച്ചു മറിയുന്ന വെയിലത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരം വല്ലാതെ നമ്മളോട് ദാഹം ആവശ്യപ്പെടും, ദാഹജലം ആവശ്യപ്പെടും. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്, എനിക്കൊരൽപ്പം വെള്ളത്തിന്റെ ആവശ്യമുണ്ടെന്ന് നമ്മളോട് ശരീരം പറയും. ഭക്ഷണം ആവശ്യമുണ്ടെന്ന് നമ്മളോട് നമ്മുടെ ശരീരം പറയും. അപ്പോൾ നമ്മുടെ ശരീരത്തോട് നമ്മൾ പറയുന്ന ഒരു വർത്തമാനമുണ്ട്, ഇല്ല, ഞാൻ നോമ്പുകാരനാണ്, ഈ സമയത്ത് എനിക്ക് ഭക്ഷണം നിഷിദ്ധമാണ്, എനിക്ക് വെള്ളം നിഷിദ്ധമാണ്. ഏത് അവസ്ഥയിൽ നമുക്ക് വേണമെങ്കിൽ അടച്ചിട്ടിരിക്കുന്ന ഒരു മുറിയിൽ കയറിയിട്ട് നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം. ഒരു മഹലൂക്ക് കാണാതെ, ഒരു മനുഷ്യൻ കാണാതെ നമുക്ക് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, നമുക്ക് വേണമെങ്കിൽ വെള്ളം കുടിക്കാം. പക്ഷെ ആ സമയത്തും നമ്മൾ പറയുന്ന ഒരു പ്രതിജ്ഞാബദ്ധമായ വർത്തമാനമുണ്ട്, ആര് കാണുന്നില്ലെങ്കിലും ഞാൻ നോമ്പ് തുറന്നാൽ എന്റെ റബ്ബ് കാണും, ഞാൻ ഭക്ഷണം കഴിച്ചാൽ എന്റെ റബ്ബ് കാണും, ഞാൻ വെള്ളം കുടിച്ചാൽ എന്റെ റബ്ബ് കാണും, ഞാൻ വേണ്ടാതീനങ്ങൾ പ്രവർത്തിച്ചാൽ എന്റെ റബ്ബ് കാണും. അപ്പോൾ നോമ്പുകാരൻ എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നില്ല? നോമ്പുകാരൻ എന്തുകൊണ്ട് വെള്ളം കുടിക്കുന്നില്ല? നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല, നോമ്പ് തുറക്കാൻ മജ്‌ലിസിലേക്ക് കടന്നു വരുമ്പോ നീ നോമ്പുകാരനല്ലല്ലോ എന്ന് ആളുകൾ കളിയാക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടുമല്ല. പിന്നെ എന്തുകൊണ്ടാ നോമ്പെടുത്തവൻ വെള്ളം കുടിക്കാത്തത്? അല്ലാഹ് കാണുമെന്ന ബോധ്യത്തിന്റെ പുറത്താണ്. അല്ലാഹു കാണും, അള്ളാഹ്ക്ക് വേണ്ടിയാണ് ഞാൻ നോമ്പെടുത്തത്. ഞാൻ വേണമെങ്കിൽ അടച്ചിട്ട എന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ നിന്ന് ഞാൻ ഭക്ഷണം കഴിച്ചാലും എന്റെ റബ്ബ് കാണും, അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കൂല. എന്റെ ബെഡ്റൂമിന്റെ ഉള്ളിൽ ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ട് ആരും കാണാതെ, സ്വന്തം ഭാര്യ പോലും കാണാതെ വേണമെങ്കിൽ എനിക്ക് ഭക്ഷണം കഴിക്കാം, പക്ഷെ ഞാൻ കഴിക്കൂല. എന്താ കാരണം? എന്റെ റബ്ബ് കാണും. ഈ ബോധ്യത്തിലേക്ക് നിങ്ങൾ എത്തിക്കാനാണ് നോമ്പ്, ഈ ബോധ്യം നിങ്ങൾക്കുണ്ടാക്കാനാണ് നോമ്പ്. ആര് പറയുന്നു? വിശുദ്ധ ഖുർആൻ, ലഅല്ലകും തത്തഖൂൻ. നിങ്ങൾക്ക് വിശപ്പിന്റെ വിളി അറിയിക്കാനല്ല നോമ്പ്, നിങ്ങൾക്ക് പട്ടിണി എന്താന്ന് മനസ്സിലാക്കാനല്ല നോമ്പ്, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എത്ര മൂല്യമുള്ളതാണെന്ന് തിരിച്ചറിയാനല്ല നോമ്പ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് ആലോചിക്കണ്ടേ, അള്ളാന്റെ റസൂലിന് എന്തിനാ നോമ്പ് നിർബന്ധാക്കുന്നത്? 2 മാസം തുടർച്ചയായിട്ട് പട്ടിണിയാണ്. സ്വഹാബത്തിന് എന്തിനാ നോമ്പ്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മസ്ജിദിന്റെ പുറത്തിങ്ങനെ നിൽക്കാണ്. നിങ്ങൾ ആരെങ്കിലും പുറത്തേക്ക് പോകുമ്പോ എന്നെ ഒന്ന് വിളിച്ചുകൊണ്ട് പോകുമോ? നിങ്ങളുടെ വീട്ടിലേക്ക് എന്നെ ഒന്ന് കൂട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ള ധ്വനിയിൽ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നവരോട് സലാം പറയും. അസ്സലാമു അലൈക്കും എന്ന് ആര് പറയും? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ അബൂ ഹുറൈറ. നിൽക്കാൻ പറ്റുന്നില്ല, വയറ്റിൽ ഭക്ഷണത്തിന്റെ അംശം കടന്നിട്ട് ദിവസങ്ങളായി, പിടിച്ചു പോലും നിൽക്കാനുള്ള ശേഷിയില്ലാതെ അബൂ ഹുറൈറ മസ്ജിദിൽ നിന്ന് ഇറങ്ങുന്നവരോട് പറയും, സലാം പറഞ്ഞിങ്ങനെ ഓരോരുത്തരോട് സംസാരിക്കും. എന്തിനു വേണ്ടി? വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകാൻ, ഭക്ഷണം കൊടുക്കാൻ, ഒരു പിടി ഭക്ഷണമെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോഴാ പറയുന്നത് നിങ്ങൾ നോമ്പെടുക്കണം, നിങ്ങൾ നോമ്പ് പിടിക്കണം. എന്തിന്? പട്ടിണിയുടെ വില അറിയാനോ? എന്തിനാണ് അങ്ങനെ പട്ടിണിയുടെ വില അറിയാനല്ല നോമ്പ്. അത് നമ്മൾ ഉണ്ടാക്കി തീർത്ത, നമ്മൾ ഇന്നത്തെ കാലത്ത് വരുത്തി തീർത്ത നോമ്പിന്റെ വെറും ഇല്ലാത്തൊരു ഭാവനയാണ്. പട്ടിണി അറിയാനല്ല നോമ്പ്. നോമ്പ് നിങ്ങൾക്ക് കഴിവുണ്ടായി, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ഭാര്യയുണ്ട്, പക്ഷെ ഭാര്യയെ സമീപിക്കാൻ പാടില്ല. നിങ്ങൾ നോമ്പുകാരനാണ്, ആരും കാണില്ലെങ്കിലും നിങ്ങൾക്ക് നോമ്പാണ് നിഷിദ്ധമാണ്. ഈ ബോധ്യം. ഇനി നോമ്പ് തുറന്നാൽ അന്യ പെണ്ണിനെ കാണുമ്പോ, അന്യ പെണ്ണിന്റെ സൗന്ദര്യത്തിലേക്ക് ആസ്വദിക്കാൻ നിന്റെ മനസ്സ് വെമ്പല് കൊള്ളുമ്പോ, അപ്പൊ നിന്റെ മനസ്സിലേക്ക് വരേണ്ടതാണ്, ഞാൻ നോമ്പുകാരനായിരുന്നു, എന്റെ നോമ്പെടുത്ത അവസ്ഥയിൽ ഞാൻ എന്റെ കണ്ണ് താഴ്ത്തിയിട്ടുണ്ട്. ആരെ തൊട്ട് താഴ്ത്തി? ഭാര്യയെ തൊട്ട് താഴ്ത്തി. ഹലാലായ ഭാര്യയെ തൊട്ട് നോമ്പുകാരനായ സമയത്ത് ഞാൻ എന്റെ കണ്ണടച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് റോട്ടിലൂടെ അന്യ പെണ്ണ് നടന്നു നീങ്ങുന്നത് കണ്ടാൽ എന്റെ കണ്ണ് താഴ്ത്താൻ കഴിയും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് നോമ്പ്. ഇതുപോലെ ഏത് വിഷയവും നിങ്ങൾക്ക് പലിശയിൽ നിന്ന് മാറാൻ പറ്റുന്നില്ലേ? എന്നാൽ നിങ്ങൾ എല്ലാവരും പലിശക്കാരാണ്, അതുകൊണ്ടാണ് ഞാനും പലിശക്ക് പണം എടുക്കുന്നത് എന്ന ന്യായം നിങ്ങൾ നിരത്തിക്കൊണ്ടിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾ മനസ്സിലാക്കൂ, 13 മണിക്കൂർ സമയം നിങ്ങൾ ഭക്ഷണം മാറ്റിവെച്ചു, നിങ്ങൾ വെള്ളം മാറ്റിവെച്ചു. ആർക്ക് വേണ്ടി? അള്ളാഹുവിന് വേണ്ടി. എപ്പോൾ? ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റൂല. ആ സമയത്ത് നിങ്ങൾ ഭക്ഷണവും വെള്ളവും മാറ്റിവെച്ചു. എന്നാൽ നിങ്ങൾക്ക് പലിശയും മാറ്റിവെക്കാൻ പറ്റും. നിങ്ങൾക്ക് ലോട്ടറി എടുക്കലെ ഹാബിറ്റ് ആണോ? അത് നിങ്ങൾക്ക് ഒഴിവാക്കാനേ സാധിക്കുന്നില്ലേ? എന്നാൽ നിങ്ങൾ ഭക്ഷണം മാറ്റിവെച്ചവരാണ്, നിങ്ങൾ വെള്ളം മാറ്റിവെച്ചവരാണ്. നിങ്ങൾക്ക് എന്ത് ഒഴിവാക്കാൻ പറ്റും?
നിങ്ങളുടെ ഏത് ശീലക്കേടുകളും നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുമെന്ന് ആര് നിങ്ങളെ പഠിപ്പിക്കുന്നു? നോമ്പ് പഠിപ്പിക്കുന്നു. നോമ്പ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതാണ്. നിങ്ങൾക്ക് എന്തു മാറ്റാം. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾക്ക് വേണ്ടാധീനങ്ങളെ മുഴുവനും ഒഴിവാക്കാൻ സാധിക്കുമെന്ന മഹത്തായ സന്ദേശം പരിശുദ്ധമായ നോമ്പ് നൽകുന്നുണ്ട്. ആ സന്ദേശത്തിലേക്ക് നമ്മൾ വന്നാൽ റയ്യാൻ എന്ന കവാടം വിളിച്ചു പറയും, ഐന സ്വായിമൂൻ, നോമ്പുകാരെവിടേന്ന് റയ്യാൻ എന്ന കവാടം ചോദിക്കുമ്പോ എഴുന്നേറ്റ് നിൽക്കാൻ നമുക്ക് സാധിക്കും. ഈ സന്ദേശം ഉൾക്കൊണ്ടാൽ. അല്ലെങ്കിലോ റയ്യാൻ എന്ന കവാടം വിളിച്ചു പറയും, നോമ്പുകാരെവിടെയെന്ന് ചോദിക്കുമ്പോ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ മലായിക്കത്ത് പറയും, നിങ്ങളുടെ നോമ്പല്ല, നിങ്ങൾ പിടിച്ച നോമ്പല്ല, ഇത് നോമ്പിന്റെ ആത്മാവ് അറിഞ്ഞവരെയാണ് വിളിക്കുന്നത്, നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ, നിങ്ങൾ നോമ്പുകാരല്ല എന്ന് ആര് പറയും? അള്ളാഹുവിന്റെ മാലാഖമാര് നമ്മളോട് പറയും. അതുകൊണ്ട് നോമ്പിന്റെ ആത്മാവുണ്ടാക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന്, ഒരു കാരണവശാലും കഴിവുള്ളവൻ നോമ്പ് ഒഴിവാക്കാൻ പാടില്ല. 2, നോമ്പ് പിടിച്ചാൽ പോരാ, നോമ്പിന്റെ ആത്മാവുണ്ടാകണം. അള്ളാഹു നമുക്കതിന്